കൊല്ലം താന്നിയിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ജീവനൊടുക്കി. അജീഷ്, ഭാര്യ സുലു, മകൾ ആദി എന്നിവരാണ് മരിച്ചത്. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, വീണ്ടും ദുരന്ത വാർത്തകൾ വരുന്നു. ഇതെപ്പോൾ സംഭവിച്ചതാണ്? എന്താണ് വിവരം? ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഈ കുടുംബം അഭിമുഖീകരിച്ചതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നിഗമനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? ഇത് അല്പസമയം മുന്നെയാണ് ഇത് അറിയുന്നത് നാട്ടുകാര്. ഏകദേശം 1 മണിക്കൂർ സമയം മാത്രമേ ആകുന്നുള്ളൂ. കൊല്ലം താന്നിയിലാണ് ഇത്തരത്തിലുള്ള അതിദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് മാതാപിതാക്കൾ ജീവനൊടുക്കി എന്നുള്ളൊരു വളരെ ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് ഒരു നിമിഷം പങ്കുവെക്കാനുള്ളത്. മരിച്ചത് അജീഷ്, ഭാര്യ സുലു, പിന്നെ ഇവരുടെ ഒരു മകൾ 2.5 വയസ്സുകാരിയായ ആദി എന്നിവരാണ് മരിച്ചത്. ഇത് കാണാൻ കഴിയുന്നത് കുട്ടിയുടെ മൃതശരീരം കട്ടിലിൽ കിടക്കുകയാണ്. ഇരുവരും സമീപത്തായിട്ട് തന്നെ തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. വീട്ടില് ഈ സംഭവം അറിഞ്ഞ് നാട്ടുകാരിലെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് അധികാരികൾ എത്തുന്നുണ്ട്. ഇരവിപുരം പോലീസ് എത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. കൂടുതൽ വ്യക്തത വരുന്നതേ ഉള്ളൂ. കാരണം എന്താണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാനുള്ളത്. വിനീഷ്, വാർത്ത ഇനി ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന സമയമേ ഉള്ളൂ. എന്തെങ്കിലും നാട്ടുകാരുടെയോ അയൽവാസികളുടെയോ ഒക്കെ എന്തെങ്കിലും പ്രതികരണമൊക്കെ കിട്ടാനുള്ള സമയമായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വല്ല സൂചനയുണ്ടോ? അപർണ, നമുക്ക് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇവര് ഏറെ വൈകിയും ഈ വാതിൽ തുറക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ഇവിടെ വന്ന് നോക്കുന്നത്. അപ്പോൾ ജനൽ പൊളിച്ച് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലൊരു ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ചില സൂചനകൾ, ഈ അജീഷിന് ചില അസുഖമുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ വ്യക്തതയില്ല. ഇതിലുള്ള ഒരു മനോവിഷമമാണോ ഇത്തരത്തിലേക്ക് നയിച്ചത് എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മരണക്കുറിപ്പ് പോലെയുള്ള എന്തെങ്കിലും ഉള്ളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം അറിയേണ്ടതായിട്ട് പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അപർണ, എന്തായാലും വരും സമയങ്ങളിൽ തന്നെ ഇതിന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. തീർച്ചയായിട്ടും ഒട്ടും ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യകരം തന്നെ. കൊല്ലം താന്നിയിൽ നിന്ന് ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത, എത്രയോ അരും കൊലകളുടെ വാർത്തകളാണ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. വീണ്ടും അങ്ങനെ അത് കഷ്ടമാണ്. 2.5 വയസ്സുള്ള കുട്ടിയെ, മകളെ കൊന്ന് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ കുടുംബം ഇത്തരം ഒരു കടുങ്കൈയിലേക്ക് പോയത് എന്നുള്ളതൊക്കെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളൊക്കെയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. വീണ്ടും വിനീഷ്, വിവരങ്ങൾ ലഭ്യമാകാൻ വരുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും പുതിയ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ടും? ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപർണ, വീടിനുള്ളിൽ പ്രവേശിച്ച് അവർ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പ് പോലെ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. കാരണം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൂടുതൽ അറിയാൻ കഴിയും. പക്ഷേ നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്നത് അജീഷ് ഒരു രോഗബാധിതനാണെന്ന് അറിയുന്നു. ഇത്തരം ഒരു മനോവിഷമമാണോ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് നാട്ടുകാരിൽ ചില സംശയങ്ങൾ നമുക്ക് തരുന്നത്. തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ദുഃഖകരമായ വാർത്തയാണ്. നാട്ടുകാർക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഇവർ വാടക വീട്ടിലാണ് താമസം. ഈ സംഭവം നടന്നത് വാടക വീട്ടിലാണ്. അതുപോലെ തന്നെ ഈ ഭാര്യ സുലു ഈ നാട്ടുകാരി തന്നെയാണെന്നാണ് പറയുന്നത്. ഈ അജീഷ് പ്രവാസിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയിട്ട് മാതാപിതാക്കൾ ഇത്തരം ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ടത്. പോലീസിന്റെ ഭാഗത്തും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ കൂടുതൽ വ്യക്തത ഇനി വരാനിരിക്കുന്നു. അപർണ, എന്തായാലും വളരെ ദുഃഖകരമായി തന്നെ ഇത് മാറുന്നു. നാട്ടുകാർക്ക് വളരെ ഞെട്ടലോടെയാണത് നാട്ടുകാർ നമ്മളോട്ട് ഈ ഒരു വിവരം തന്നെ പങ്കുവെക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ മുന്നെയാണ് ഈ ഒരു സംഭവം തന്നെ നാട്ടുകാർ അറിയുന്നത്. രാവിലെ കഥക് തുറക്കേണ്ടതാണ്. ഈ വീട്ടുകാരെ ആരെയും അറിയാൻ പുറത്തേക്ക് കാണാത്തത് കൊണ്ടാണ് നാട്ടുകാർ ഇവിടെ വന്ന് നോക്കിയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കാണാനിടയായത്. ഭാര്യയും ഭർത്താവും തൂങ്ങി മരിച്ച സാഹചര്യം, അതുപോലെ തന്നെ ഒരു കുട്ടി തൊട്ടടുത്ത് ബെഡിൽ കിടക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കൊല്ലം താന്നി മാറിയിരിക്കുന്നത്. അപർണ.
എസ് വിനീഷ് വിവരങ്ങൾ നൽകുന്നത്. പോലീസ് സ്ഥലത്തെത്തി, അതിലൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് കടക്കുമായിരിക്കും. എന്താണ് ചിത്രമെന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അത്യന്തം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അജേഷ് രോഗബാധിതനായിരുന്നു എന്നുള്ളൊരു വിവരം വരികയാണ്. വാടക വീട്ടിലായിരുന്നു താമസം. ഏത് കാരണം കൊണ്ടാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണോ എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ദുരന്തമുഖത്ത് ശരിയായ കാര്യമല്ല. പക്ഷേ ഏതായാലും തുടർച്ചയായി കേൾക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒട്ടും സുഖകരമല്ലാത്ത കാര്യമാണ്. ആത്മഹത്യ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ രീതിയിലുള്ള കൗൺസിലിംഗ് നടത്തുക കൂടിയാണ് വേണ്ടത് എന്നുകൂടി ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ പറഞ്ഞു കൊള്ളട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധിക്ക് കണ്ടെത്തേണ്ട പരിഹാരമല്ല ആത്മഹത്യ ഒരു കാരണവശാലും. ഏതായാലും കൊല്ലം താന്തിയിൽ നടക്കുന്ന സംഭവമാണ്. അവിടെ നിന്നുള്ള ഒരു പ്രദേശവാസി കൂടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. വിളിച്ചാണ് ഞാനറിയിച്ചു. നോക്കിയപ്പോ കുറച്ചധികം ആദ്യം തെറ്റില്ല. പിന്നെ എഴുന്നേൽക്കാത്തപ്പോഴാണ് വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച. അച്ഛനമ്മയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ മുറി തുറക്കാത്തതുകൊണ്ട് സംശയത്തില് ആദ്യം അവര് സംശയിച്ചില്ല. കാരണം 2 വയസ്സുള്ള കുഞ്ഞുള്ളതുകൊണ്ട് സ്വാഭാവികമായി എഴുന്നേൽക്കാൻ വൈകുന്നതായിരുന്നു അവര്. എന്നെയും അസ്വാഭാവികമായി വൈകിയപ്പോഴാണ് പിന്നെ തൊട്ടടുത്ത ആൾക്കാരെ വിളിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു വീടൊക്കെ വിറ്റതായിട്ട് പറയുന്നുണ്ടായിരുന്നു. സ്വന്തമായിട്ടുണ്ടായിരുന്നു. വിറ്റത് ഇപ്പോഴും തൊട്ടടുത്തല്ല, എന്റെ അറിവിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 വർഷം മുമ്പാണ് വീട് സംഭവം. കൊല്ലം താന്നയിലെ സംഭവമാണ്. എസ് വിനേഷ് വിവരങ്ങൾ നൽകിയത്.